ഞാനൊരു ചാനലിലും വെളിപ്പെടുത്താത്തൊരു കാര്യമാണ്. എൻ്റെ ഫോണിൽ എപ്പോഴും കിടപ്പുണ്ട്. ഷംജിതയുടെ ഒരു ബന്ധു എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, അവർ ഇന്ന സ്ഥലത്തുണ്ടെന്ന്. ഞാനത് പോലീസിനെ അറിയിക്കുകയാണ് കൃത്യമായിട്ട്. ആ 1 മണിക്കൂറിനുള്ളിൽ പോലീസ് അവരപ്പം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എന്നാലുണ്ട്. അതിനുള്ള ഒരു ഒറ്റ ഉത്തരവാണ് നമ്മുടെ കേരളത്തിന്റെ ദ ബ്രാൻഡിംഗ് കിങ് മല്ലു ജെഡി മുകേഷ് എം നായർ. ഇപ്പോഴത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി അത് മൈനർ ആണെങ്കിലും മേജർ ആണെങ്കിലും ഒരു 164 കൊടുക്കുക അല്ലെങ്കിൽ ഒരു പോക്സോ കേസ് കൊടുക്കുകയോ ചെയ്താൽ പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ പെൺകുട്ടിക്ക് പോലീസിനെതിരെ കേസ് കൊടുക്കാം. പിന്നെ ആരുടെ മെനക്കേടാണ്? ഈ ആരോപിതൻ്റെ മെനക്കേടാണ് അവൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത്, ഇപ്പം മെൻസ് കമ്മീഷൻ ചെയ്യുന്നത് സൗജന്യമായിട്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് വക്കീലിനെ കൊടുക്കുക, നിയമോപദേശം കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു, ആംസ്റ്റർഡാമിൽ അണ്ണന് പാറ്റ് കച്ചവടമാണെന്ന് ഇങ്ങനെ പൊതുവെ. ലോകത്തിലെ ഏറ്റവും വീര്യം കൂടിയ വൈറ്റ് റം ഇപ്പം നമ്മളാണ് ഉണ്ടാക്കുന്നത്. എത്ര %? 70% ആണ്. അതിന് തൊട്ട് മുമ്പ് ടക്കാമക്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡായിരുന്നു, അത് 69 ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ 70%. ഇപ്പോൾ നമ്മളാണ് ഹയസ്റ്റ് ABV ഉള്ള വൈറ്റ് റം. തുറപ്പൂല ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം, ഒരു ഡ്രോപ്പ് ആണെങ്കിൽ അത്രയല്ല, സിംഗിൾ മോൾട്ടൊക്കെ ആണെങ്കിൽ ചേർക്കാതിരുന്നാൽ നല്ലത്. കുഞ്ഞമ്മയുടെ മുലപ്പാൽ നുണയുന്ന പോലെ ശരിക്കും ആ ടൈമാണ് അതിങ്ങനെ നമ്മൾ ഇങ്ങനെ നുണഞ്ഞ് ഇറക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഓരോ നോട്ട്സ് നമുക്ക് അറിയാൻ പറ്റും, ടേസ്റ്റ് അറിയാൻ പറ്റും. ടേസ്റ്റ് എന്നിട്ട് ഇങ്ങനെ മൗത്തിൽ ചുറ്റും കറക്കി അങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്നാണ് ഇത് സായിപ്പ് പറയുന്നത്. മോനെ, ഇത് അമൃതല്ലേ അമൃത്. ഇതൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ ഒരു ശാസ്ത്രീയ വശമുണ്ട്. ഹായ് ഹലോ, ഗ്ലോബൽ വില്ലേജിൽ ഇറ്റ്സ് മീ ആജയ് വരുൺ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എന്നാലുണ്ട്. അതിനുള്ള ഒരു ഒറ്റ ഉത്തരവാണ് നമ്മുടെ കേരളത്തിൻ്റെ ദ ബ്രാൻഡിംഗ് കിങ് മല്ലു ജെഡി മുകേഷ് എം നായർ. ചേട്ടാ, വെൽക്കം. എന്തിനാ വിശേഷങ്ങൾ? സുഖമായിട്ടൊക്കെ? നല്ല വിശേഷം, സുഖങ്ങളൊക്കെയാണ്. സുഖങ്ങൾ തന്നെ. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് വ്ളോഗിങ്ങും ബിസിനസ്സും എല്ലാം കൂടി ഇങ്ങനെ കലർന്നിരിക്കും? അതെ അതെ അതെ, നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ്. അത് നമ്മുടെ പാഷനാണ്, വ്ളോഗിങ് എന്നൊക്കെ പറയുന്നത്. മറ്റേ ബിസിനസ് പിന്നെ നമ്മുടെ ജീവിതം ബ്രെഡ് ആൻഡ് ബട്ടർ ആണ്. അതും പിന്നെ കുറച്ച് സാമൂഹിക സേവനം നമ്മുടെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഒരു പുരുഷൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ പിന്നിൽ ഒരുപാട് സ്ത്രീകളും രക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരു പുരുഷന് ഒരു പ്രശ്നത്തിലകപ്പെടുമ്പോൾ അവൻ്റെ അമ്മ, അവൻ്റെ പെങ്ങള്, അവൻ്റെ ഭാര്യ, അവൻ്റെ പെൺകുട്ടി, മക്കൾ, അവരെല്ലാവരും അഫക്റ്റ് ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പുരുഷൻ രക്ഷപ്പെടുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരുപാട് പേര്, ഒരു പുരുഷനോടൊപ്പം രക്ഷിക്കുന്നത് ഒരുപാട് സ്ത്രീകളെയാണ്. അതാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴും നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നല്ല, നമ്മൾ ശരിക്കും രക്ഷിക്കുന്നത് പുരുഷന്മാരെ അല്ല, സ്ത്രീകളെയാണ്. അതെ. അപ്പോൾ ഇപ്പോൾ ഈ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നൊരു കാര്യം ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് മസ്റ്റാണ്. വനിതാ കമ്മീഷനുണ്ട്, ബാക്കി എല്ലാത്തിനും ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്പോൾ ശരിക്കും അത്തരത്തിലൊരു ആശയത്തിൻ്റെ പിന്നിൽ എന്തൊക്കെയായിരുന്നു അതിനുള്ള ഒരു? അത് ഈ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല സുഖമാണ്, സ്വന്തം അമ്മയ്ക്ക് വരുമ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അനുഭവിച്ച ആളാണ് ഞാൻ. ഇതുവരെ മുമ്പ് മറ്റുള്ളവരുടെ പീഡന കേസുകളും അല്ലെങ്കിലൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ പലതും വിശ്വസിച്ചിട്ടുണ്ട്. പലരും പറയും അത് വ്യാജ പരാതിയാണ്, വ്യാജ കേസാണെന്നൊക്കെ. അപ്പം നമ്മൾ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു വ്യാജ പരാതി വരുമ്പോൾ അതെങ്ങനെ നേരിടാം എന്ന് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് തെളിയിച്ച ആളാണ്. നമ്മൾ അതിലൊന്നും അകപ്പെടാതെ എങ്ങനെ രക്ഷപ്പെടാം. കാരണം എന്താ വെച്ചാൽ വ്യാജമാണ് പരാതി നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നിയമം കൂടെ ഉണ്ടാവും. അത് വളരെ ശക്തമായൊരു പരിരക്ഷ നിയമം നമുക്ക് തരും. അപ്പോൾ ആ പരിരക്ഷ ഉപയോഗിച്ചിട്ട് ഇന്നത്തെ ഒരു സിനാരിയോയിൽ ഒരു വ്യാജപരാതിയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും. ഞാൻ അത് തന്നെ ചോദിക്കാനിരുന്നതായിരുന്നു. എനിക്ക് ഏറ്റവും വലിയൊരു ഡൗട്ടാണ്, ഒരു നിരപരാധിക്കെതിരെ ഒരു കേസ് വന്നാൽ ആ നിരപരാധി എങ്ങനെ ഊരിയെടുക്കണം. കാര്യം ആ ഒരു കാര്യത്തിൽ ചേട്ടൻ ശരിക്കും ഒരു റോൾ മോഡലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ആരോപണങ്ങളൊക്കെ വന്നിട്ടും ചില ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തളർന്ന് തരിപ്പണമാവും, ഫാമിലി എഫക്റ്റ് ചെയ്യും, പിന്നെ ഫ്രണ്ട്സിനെ എഫക്റ്റ് ചെയ്യും, എല്ലാവരെയും എഫക്റ്റ് ചെയ്യും. പക്ഷെ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ ബേസിക്കലി ഇങ്ങനൊരു പ്രോബ്ലം വന്ന സമയത്ത് എനിക്കൊരു വലിയ ഷോക്കൊന്നും ഉണ്ടായില്ല. ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നതാണ്. കാരണം നമ്മൾ ലൈം ലൈറ്റ് നിൽക്കുന്നവർക്കെതിരെയൊക്കെ ഇങ്ങനെ ഉണ്ട്. പക്ഷേ അത്തരത്തിലൊരു കേസ് വരുമ്പോൾ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിന് നമുക്കൊരു മുൻവിധിയൊന്നും ഇല്ലായിരുന്നു. വരാമെന്നൊക്കെ നമുക്കറിയാം. കാരണം ഒരാളെ ഏറ്റവും എളുപ്പം ടാർണിഷ് ചെയ്യാൻ, അയാളുടെ ഇമേജ് കോൾ ഔട്ട് ചെയ്യാൻ പൈസയാണോ ഇവരുടെ ടാർഗറ്റ്? പൈസയായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ആ പൈസ തരില്ല പറഞ്ഞു. അപ്പോഴത്തേക്ക് അത് കേസായി. പിന്നെ ഞാനത് ഫൈറ്റ് ചെയ്തു.
പോലീസ് അന്വേഷണം നടത്തി എനിക്ക് അനുകൂലമായി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അതോടുകൂടി നമ്മൾ നിരപരാധിയായി. പക്ഷേ ഇതിനകത്ത് ഒരു രസകരമായൊരു സംഭവം, കേസ് വന്ന സമയത്ത് ചാനലുകൾ വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസായിട്ടായിരിക്കും കൊടുക്കുന്നത്, ഘോരം. പക്ഷേ നിരപരാധിയാണെന്ന് പോലീസ് റിപ്പോർട്ട് വന്നപ്പം ഒരു സ്ക്രോളൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ ഭാഗ്യമാണെന്നാണ് അതെങ്കിലും കൊടുത്തല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അതാണ്, അതിന് ആരും ഒരു വിസിബിലിറ്റി കൊടുക്കില്ല. കാരണം വേറെ ഒന്നുമില്ല, അതിന് വാല്യൂ ഉണ്ടാവില്ല. പക്ഷേ കോടതി ഒരുപക്ഷെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് പ്രതികൂലമായിരുന്നെങ്കിൽ മുകേഷ് അമ്മാർക്ക് കനത്ത തിരിച്ചടി എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിൽ തോന്നുന്നു, കുറച്ചൊന്ന് ആഘോഷിച്ചേനെ. ശരിക്കും എനിക്കിപ്പം മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത്തരത്തിലുള്ള ഈ പീഡന ആരോപണങ്ങളൊക്കെ വരുന്നു. അപ്പം അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിന് ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ പോലും നടത്താതെയാണ് ഒരാളുടെ തലയിലേക്ക് ഇത് മൊത്തത്തിലിട്ട് അയാളെ പിടിക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു, കുടുംബത്തിലും നാട്ടിലും ഒക്കെ ഇട്ട് വലിച്ചഴയ്ക്കുന്നു. ശരിക്കും അതൊരു ശരിയായ പ്രവണതയാണോ? തീർച്ചയായിട്ടും ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി അത് മൈനർ ആണെങ്കിലും മേജർ ആണെങ്കിലും ഒരു 164 കൊടുക്കുക അല്ലെങ്കിൽ ഒരു പോക്സോ കേസ് കൊടുക്കുകയോ ചെയ്താൽ പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ പെൺകുട്ടിക്ക് പോലീസിനെതിരെ കേസ് കൊടുക്കാം. ശരി. അപ്പം പോലീസ് എന്ത് ചെയ്യും? അവർക്ക് അവരുടെ സേഫ് സൈഡാണ് ഏറ്റവും വലുത്. ആരെങ്കിലും കൊണ്ടുവന്നൊരു പരാതി പറയുകയാണെങ്കിൽ അപ്പം തന്നെ അവർ എഴുതി വാങ്ങിച്ച് FIR ഇടും. അവരുടെ ജോലി പകരം തീർന്നു. പിന്നെ ആരുടെ മെനക്കേടാണ്? ഈ ആരോപിതൻ്റെ മെനക്കേടാണ് അവൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത്. അതിന് അവനൊരു പാവപ്പെട്ടവനാണെങ്കിൽ അവന് നല്ലൊരു വക്കീലിനെ വയ്ക്കാൻ പറ്റില്ലെങ്കിൽ അവൻ തീർന്നു. അല്ലെങ്കിൽ അവന് നല്ലൊരു നിയമോപദേശം കിട്ടിയില്ലെങ്കിൽ അവൻ പെട്ടു. ഇപ്പം നമ്മൾ ചെയ്യുന്നത്, ഇപ്പം മെൻസ് കമ്മീഷൻ ചെയ്യുന്നത് സൗജന്യമായിട്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് വക്കീലിനെ കൊടുക്കുക, നിയമോപദേശം കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഞാനൊരു ലോ സ്റ്റുഡൻറ്റും കൂടെ ആയതുകൊണ്ട്, ഞാൻ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ ലോ പഠിച്ചത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഇതൊരു ആവശ്യമാണെന്ന് മനസ്സിലാക്കി പഠിച്ചതാണ്. അപ്പം നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ ഇത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അല്ല എനിക്ക് പുതുതായിട്ടൊരു ബ്രെഡ് ആൻഡ് ബട്ടർ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ലോയിൽ നിന്ന്. നമ്മളൊരു സർവീസ് എന്നുള്ള നിലയ്ക്കാണ്. അപ്പം അത്തരത്തിൽ ആൾക്കാർ വലിയ ബുദ്ധിമുട്ടുകളിൽ ചെന്നകപ്പെടുന്നു. അതുപോലുള്ള വ്യാജ പരാതികളിലൂടെ അയാളുടെ ജീവിതം വഴിമുട്ടുന്നു, അയാളുടെ കരിയർ, അയാളുടെ എന്താ പറയുക ഫേസ് വാല്യൂ നഷ്ടപ്പെടുന്നു, സമൂഹത്തിൽ അയാൾക്കുള്ള ഒരു ട്രാക്ഷൻ നഷ്ടപ്പെടുന്നു. അങ്ങനെ പല കാര്യങ്ങൾ അയാൾക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പം അത്തരത്തിലൊരു നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഫേർട്ട് എടുക്കുന്നത്. അത്തരത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, ഈ നിയമപരമായി പോരാടുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ തളരാതിരിക്കുക. ഇപ്പോൾ ദീപകിനെതിരെ ഒരു പെണ്ണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ ഈ ഇമ്മീഡിയറ്റ്ലി കമ്മിറ്റഡ് സൂയിസൈഡ്. അതെ, വളരെ ഭയങ്കരമായിട്ട് തകർന്നു പോയത്. അതെ. ദീപകിൻ്റെ പല സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ഞാൻ ദീപകിനോട് പറഞ്ഞു നിങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ദീപക് പറഞ്ഞിരുന്നു, ഇനി എന്തിനാ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല, പുള്ളിയുടെ സമൂഹത്തിലുള്ള എല്ലാ മറ്റേ വീഡിയോ എല്ലാവരും കണ്ടില്ലേ അയാളുടെ വീഡിയോ, അപ്പോൾ നീ കോൺടാക്ട് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു അപ്പോൾ ഒരാൾ ഇമേജ് ടാർണിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അയാളുടെ ഒരു പേര് മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾ പിന്നെ എല്ലായിടത്തും പോയി പറയാൻ പറ്റുമോ? അതെ അല്ല, എത്ര പേരോട് നമുക്കങ്ങനെ പറയാൻ പറ്റും? നമുക്കിപ്പോൾ ഒരു കുടത്തിൻ്റെ വാ നമുക്ക് അടച്ചു കെട്ടാം, പക്ഷേ 1000 ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ ഈ ഒരു കേസിൽ ചേട്ടാ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പെൺകുട്ടിക്ക് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് കൊടുത്ത ഒരു ശിക്ഷ അല്ലെങ്കിൽ ആ റിമാൻഡിലൊക്കെ പോയത് ഒരു മാതൃകാപരമായ ഒരു കാര്യമാണ്. ഇനി ആരും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത്, അതായത് ഇത്തരത്തിൽ ബസ്സിലിരുന്ന് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള പ്ലാറ്റ്ഫോമിൽ ധാരാളം ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയ ഒരുപാട് ആൾക്കാരെ പലരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതെ, പലരും ചിലർ ആത്മഹത്യ ചെയ്യാത്തതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. കാരണം ദീപക് ഇതിൻ്റെ അത് തികച്ചും നിരപരാധിയായിരുന്നു. ആ വീഡിയോയിലൂടെ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ആക്ച്വലി ഞാനൊരു ചാനലിലും വെളിപ്പെടുത്താത്തൊരു കാര്യമാണ്, എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഷംജിതയുടെ ഒരു ബന്ധു എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, അവർ ഇന്ന സ്ഥലത്തുണ്ടെന്ന്. ഞാനത് പോലീസിനെ അറിയിക്കുകയാണ് കൃത്യമായിട്ട്. ആ 1 മണിക്കൂറിനുള്ളിൽ പോലീസ് അവരെ പൊക്കി. സീരിയസ് ആയിട്ട്. ഷംജിതയുടെ ഒരു ബന്ധു, സ്വന്തം അടുത്ത ബന്ധുവാണ് എന്നെ അറിയിക്കുന്നത്. അതൊരു സ്ത്രീയാണ്. സാറേ അവള് ചെയ്തത് മോശമായിപ്പോയി എന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷെ അവരെ പേര് വെളിപ്പെടുത്താൻ അവർക്ക് താല്പര്യമില്ല. അവരടുത്ത ബന്ധുവാണ്, അവരൊരടുത്ത ബന്ധുവിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. പക്ഷെ അവർക്ക് ഈ ദീപകിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കണ്ണീരും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് സ്വന്തം ബന്ധു ജയിലിൻ്റെ അകത്ത് പോകുന്നതാണ് നല്ലതെന്ന്
തോന്നി. സീരിയസ് ആയിട്ട് നടന്ന സംഭവമാണ്. ഞാനത് എൻ്റെ ഫോണിൽ കിടപ്പുള്ള സാധനമാണ്. അങ്ങനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പോലീസ് ഇൻഫർമേഷൻ കൊടുത്തു. അങ്ങനെ ആയിരിക്കാം, ഞാൻ ഇൻഫർമേഷൻ കൊടുത്തു. അതിനുശേഷം 1 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് നടന്നു. ഞാൻ ഇവിടുത്തെ വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പം അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് ആ ബന്ധുവിനോട് വളരെ ബഹുമാനം തോന്നുന്നു. അവർ ഭയങ്കരമായിട്ട് തന്നെ, ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറി എടുത്തിട്ട് അപ്പം തന്നെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ പ്ലീസ് അത് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ പ്രൊഫൈലൊക്കെ മാസ്ക് ചെയ്താണ് ഇട്ടത്. എന്നാലും അവർ പറഞ്ഞു അവർക്കെന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ അവർ. അപ്പം ഒരു ബന്ധു അങ്ങനെ അറിയിക്കുന്നുണ്ടെങ്കിൽ അവർ പോലും സ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. അവരുടെ ബന്ധുവിന് പോലീസ് അറസ്റ്റ് ചെയ്ത് അവർക്ക് വിരോധമില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് മനസാക്ഷി മനുഷ്യത്വം. അതെ അതെ അതാണ് അതിൻ്റെ ഒരു മെയിൻ. അപ്പം നമ്മൾ ഈ മെൻസ് കമ്മീഷനുമായിട്ട് ഇപ്പം മുന്നോട്ട് പോകുമ്പം ശരിക്കും ഇതിൻ്റെ അണിയറയിൽ ബാക്കി ആരൊക്കെയാണ് ഉള്ളത്? തീർച്ചയായിട്ടും രാഹുൽ ഈശ്വരാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റുമായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ രാഹുൽ ഈ സംഭവമായിട്ട് വരുമ്പം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അയാൾക്ക് ഭ്രാന്താണ്. സീരിയസ് ആയിട്ട് മനസ്സിലായില്ല. നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു ദുരനുഭവം ഉണ്ടാവുന്നവരെ പുള്ളിക്ക് ഭ്രാന്താന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ നാട്ടിൽ അല്പം ബോധമുള്ള ആൾ അങ്ങേര് മാത്രമാണ്. കാരണം അങ്ങേർക്ക് ഇത് നേരത്തെ അറിയാം. അങ്ങേർക്ക് ഇതിന് മുമ്പ് ഇതുപോലെ ഒരു ഫേക്ക് കേസിൽ അകപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു വലിയൊരു സിനാരിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ വളരെ എളുപ്പത്തിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പരിധി വരെ ഇപ്പോൾ അതിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പോലീസ് ആ കാര്യത്തിൽ വളരെ നല്ല നിലപാടുകൾ എടുക്കുന്നുണ്ട്. ഒരു പെണ്ണ് ചാടിക്കയറി പരാതിയായി ചെന്നാൽ ഉടനെ അതിനെതിരെ FIR ഇടാറുണ്ട്. പക്ഷേ ഒരല്പം ഒരു ഇതൊക്കെ നോക്കിയിട്ട് അന്വേഷിക്കും. പിന്നെ FIR ഇടാതെ അവർക്ക് നിർവാഹമില്ല എന്നുള്ളതാണ്. കോടതി പോലും പറഞ്ഞിരിക്കുന്നത് ഒരു പെൺകുട്ടി വന്ന് എന്ത് പറഞ്ഞാലും വിശ്വസിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നിയമം പറഞ്ഞിരിക്കുന്നത്. ആ നിയമങ്ങളാണ് മാറ്റേണ്ടത്. ആ നിയമങ്ങൾ മാറ്റപ്പെടും തീർച്ചയായിട്ടും. അതിനൊക്കെ അമെൻമെൻറ്റ്സ്, ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് എഴുതി വെച്ചിരിക്കുന്ന നിയമമാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ചില അമെൻമെൻറ്റ്സ് വരാറുണ്ട്, ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ അഡീഷൻ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ IPC എന്നുള്ളത് മാറി ഭാരതീയ നിയമ സംഹിത ആക്കിയിട്ടുണ്ട്, നാഗരിക സംഹിത ആക്കണം. അങ്ങനെ പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ ഒരുപക്ഷെ ഇനി വരുന്ന മാറ്റങ്ങൾ ഒരുപാട് പുരുഷന്മാർക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സർവീസസ് ആണ് ഈ മുന്നോട്ട് വെക്കുന്നത്? ഈ നമ്മൾ ഇപ്പം ഞാൻ പേഴ്സണലിയും അല്ല മിഷൻ മെൻസ് കമ്മീഷൻ വഴിയും സർവീസസിൽ മുന്നോട്ട് വയ്ക്കുന്നത് സൗജന്യമായിട്ടുള്ള നിയമോപദേശം, സൗജന്യമായി വക്കീലിനെ കൊടുക്കുക. ഇപ്പോൾ ചില ആൾക്കാർ വ്യാജ കേസുകൾ, നമ്മളൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് കേട്ടോ. വ്യാജ എല്ലാ തോന്നിയ ദിവസവും കാണിച്ചിട്ട് വന്ന കമ്മീഷൻ രക്ഷിക്കുമെന്നുള്ളൊരു ഒരു മുൻവിധിയൊന്നും ആർക്കും വേണ്ട. പക്ഷേ അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, അല്ലെങ്കിൽ അയാൾ അത് കുറ്റം ചെയ്തിട്ടില്ലെന്ന് നമ്മളോട് അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ, നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ നമ്മുടെ അടുത്ത് വരൂ, നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് വക്കീലിനെ വയ്ക്കാൻ നിവർത്തിയില്ലെങ്കിൽ വക്കീലിനെ സൗജന്യമായി തരാം, നിയമോപദേശം തരാം, എന്ത് സപ്പോർട്ടും നമ്മൾ, സാമ്പത്തിക സഹായം പോലും കൊടുക്കാറുണ്ട്. നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ബോഡിയോ ഒന്നും അല്ല. നമ്മൾ പേഴ്സണലി എൻ്റെ റവന്യൂവിൽ നിന്നും ഓഫ് കോഴ്സ് രാഹുൽ ഈശ്വറിൻ്റെ റവന്യൂവിൽ നിന്നും രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംരംഭം ഓടിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾക്ക് ഒരുപാട് ട്രാവലുകൾ വരാറുണ്ട്, നമുക്ക് ഒരുപാട് പേഴ്സണൽ എക്സ്പെൻസസ് വരാറുണ്ട്. നമ്മളുടെ ഇതിൽ നിന്നാണ് നമ്മളത് കൊണ്ടുവന്നത്. സ്പെഷ്യൽ മെൻഷൻ ചെയ്തൊരു കാര്യം പറയുന്നത്, അതായത് ജെന്യുവനായിട്ടുള്ള കേസിൽ മാത്രമേ ഇടപെടത്തുള്ളൂ. തീർച്ചയായിട്ടും അത് നമ്മൾ വളരെ ഒരു ക്രൈറ്റീരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. അതുപോലെ തന്നെ ഏകദേശം ഒരു 100+ ബ്രാൻഡിൻ്റെ അംബാസിഡറാണ്. 200-ലധികം ബ്രാൻഡുകൾ ഇപ്പോൾ നോക്കുന്നുണ്ട് അല്ലേ? അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താണ് ശരിക്കും ഒരു ബ്രാൻഡിങ് ലെവലിലേക്ക്, ഇൻഫ്ലുവൻസറിൽ നിന്ന് ഒരു ബ്രാൻഡിങ് ലെവലിലേക്ക് വരാനുണ്ടായ റീസൺ? അല്ല, ബേസിക്കലി ഞാൻ MBA ചെയ്തിരിക്കുന്നത് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ്ങിലായിരുന്നു. അപ്പോൾ ബേസിക്കലി എനിക്ക് ബ്രാൻഡിങ് വലിയൊരു പാഷനാണ്. യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ് MBA. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട്, ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് ഏരീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു. അവരുടെ ബ്രാൻഡിങ്ങാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ ആ കമ്പനിയുടെ CEO, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടിരുന്നു. 10 വർഷം അവിടെ ജോലി ചെയ്തു. ആ 10 വർഷം കൊണ്ട് നമുക്ക് ഒരുപാട് ഇൻ്റർനാഷണൽ കാര്യങ്ങൾ, ട്രാവൽസും, നമുക്ക് 62 കമ്പനികളുണ്ട് 27 രാജ്യങ്ങളിലായിട്ട്. അപ്പോൾ അത്രയും ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ട് 10 വർഷം ഹെക്റ്റിക്കൊക്കെ ആയതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന്, ബ്രാൻഡിങ് ചെയ്യണമെന്ന് പറഞ്ഞു, അങ്ങനെ തുടങ്ങി. പിന്നെയാണ് ലിക്കർ ബിസിനസ്സിലേക്ക് നമ്മൾ പോകുന്നത്. അതെ, ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു ആംസ്റ്റർഡാമിൽ അണ്ണന് വാറ്റ് കച്ചവടമാണെന്ന് ഇങ്ങനെ പൊതുവെ. ആംസ്റ്റർഡാമിൽ വാറ്റാറുണ്ട്. അത് വേറെ വാറ്റല്ല, അത് മറ്റേ നമ്മൾ സ്വന്തം നമ്മുടെ കരിമ്പിൻ ജ്യൂസ് എടുത്ത് വാറ്റി നമ്മൾ ലോകത്തിലെ ഏറ്റവും വീര്യം കൂടിയ വൈറ്റ് റം ഇപ്പം നമ്മളാണ് ഉണ്ടാക്കുന്നത്. എത്ര %? 70% ആണ്. അതിന് തൊട്ട് മുമ്പ് ടക്കാമക്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡായിരുന്നു, അത് 69 ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ 70%. ഇപ്പോൾ നമ്മളാണ് ഹയസ്റ്റ് ABV ഉള്ള വൈറ്റ് റം. തുറുപ്പൂല ഭയങ്കര ഫേമസ് ആണ്. അതെ, ഫേമസ് ആണ്. നമ്മൾ ഞാനാ തന്നെയാണ് അത് ബ്രാൻഡ് ചെയ്യുന്നത്. എൻ്റെ ബ്രാൻഡ് അംബാസഡറും ഞാൻ തന്നെയാണ്. ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ഒരു 5 കണ്ടെയ്നറൊക്കെ UAE നമ്മൾ കൊണ്ടുവന്നാൽ
ഒരു 2 ദിവസം കൊണ്ട് തീരും. ഒരു കണ്ടെയ്നർ ഏകദേശം ഒരു 15,000 ബോട്ടിൽസ് വരും. അപ്പോൾ ഒരു 5 കണ്ടെയ്നർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് 1,00,000 ബോട്ടിൽ 2 ദിവസം കൊണ്ട് സോൾഡ് ഔട്ടാണ്. പിന്നെ അടുത്ത കണ്ടെയ്നർ വേണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇപ്പം വാറായതുകൊണ്ട് നമ്മൾ ഈസ്റ്ററിന് കൊണ്ടുവന്നതൊക്കെ ഈസ്റ്ററിന് മുമ്പ് തീർന്നു. വിഷുവിനും കൂടെ നമ്മളത് പ്രതീക്ഷയാണ് നമ്മൾ കൊണ്ടുവന്നത്. പക്ഷേ വിഷുവൊക്കെ എത്തുന്നതിന് മുമ്പേ സാധനം തീർന്നു. പിന്നെ ഒറ്റയും തെറ്റിയൊക്കെ ചില ഷോപ്പുകളിൽ 1-2 ബോട്ടിൽസ് ഇപ്പോൾ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ സന്തോഷം. മലയാളികൾ ഇരു കൈ നീട്ടി സന്തോഷത്തോടെ സ്വീകരിച്ചത് എന്നുള്ളത്. ഈ തുരുപ്പുകുലാൻ എന്നുള്ള ഒരു പേരിന്റെ ബാക്കിലുള്ള ഒരു ബ്രെയിൻ എന്താണ്? തീർച്ചയായും നമ്മുടെ തിരുവനന്തപുരത്ത് ലാൽ കരിങ്കട എന്ന് പറഞ്ഞൊരു അദ്ദേഹം നമ്മുടെ ഒരു ജ്യേഷ്ഠനാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു പിന്നിലെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആണ് എന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യും. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ സൗകര്യയുടെ മകനാണ് വിഷ്ണു. അപ്പം നമ്മൾ 3 പേരുമാണ് ഇതിൻ്റെ ഒരു ടോൾ പില്ലേഴ്സായിട്ട്. അവർ 2 പേരുമാണ് എന്നെ കൂടെ ഇതിൻ്റെ അകത്തോട്ട് എൻ്റെ ഇതിൻ്റെ അകത്തുള്ളൊരു പാഷനിലേക്ക് ഞാൻ ഇപ്പം നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ഉണ്ടായാൽ അത് പോസിറ്റീവ്. ഞാൻ ഈ വ്യാജമായ കേസ് പെട്ട് ഞാൻ ദുബായിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്ത് ഈ ഒരു പ്രപ്പോസൽ വന്നത്. അപ്പോൾ അതുമായിട്ട് നമ്മൾ യൂറോപ്പിൽ പോകുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലൊരു ഒരു ഒരു ഡൗൺഫാളിന് വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്ന ഒരു കാര്യം നമ്മൾ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. ആ സമയത്താണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ തിരിച്ച് ഈ കേസ് ആൻറ്റിസിപ്പേറ്ററി ബെയിലും കിട്ടി തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് ഈ ബ്രാൻഡുമായിട്ടാണ്, മനസ്സിലായി, തുറപ്പുലാനായിട്ടാണ്. അപ്പോൾ ആ സമയം കൊണ്ട് അപ്പോൾ ശത്രുക്കൾ പോലും പലയിടത്തും പറഞ്ഞു ഇയാളെ പിടിച്ച് എവിടെ കൊണ്ടിട്ടാലും ഇയാൾ അവിടെ ഒന്ന് കയറി പൊങ്ങി വരും എന്നുള്ള ഒരു പോക്സോ കേസ് കൊണ്ടുവന്നിട്ട്, വ്യാജ പോക്സോ കേസ് കൊണ്ടുവന്നിട്ട് താർക്കാൻ പറ്റിയില്ല. ഇനി എങ്ങനെ താർക്കും? ഇതിനപ്പുറം വേറെ ഒന്നും നിയമത്തിൽ ഇതൊന്നും നോൺ ബെയിലബിൾ ഓഫൻസ്. അതെ, പീഡനം എന്ന് പറയുന്നത് ഓക്കെ, അതിന് ബെയിലൊക്കെ കിട്ടാം. പക്ഷെ പോക്സോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അതിന്റെ ഒരു തീവ്രത. ആൾക്കാർ നമ്മളെ സംഭവം എന്താണ് കേസ് ഒരു ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്താണ്. എനിക്ക് പോലും അറിയില്ല എത്ര പേരുണ്ട്, എത്ര പേരുടെ ഏജ് ഒന്നും നമുക്കറിയില്ല. അതിൽ പങ്കെടുത്താണ് കേസ്. പക്ഷെ പറഞ്ഞു കേൾക്കുമ്പോൾ എല്ലാവരും അയ്യോ പോക്സോ എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് കുട്ടി നമ്മളോട് പൈസ ചോദിക്കുന്നു, നമ്മൾ കൊടുക്കുന്നില്ല. എത്ര ലക്ഷം രൂപ ചോദിച്ചു? ചെറിയ പൈസ ചോദിച്ചുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ കള്ളുപിടിക്കുന്ന കാശ് ചോദിച്ചു. പക്ഷേ ഞാൻ എൻ്റെ വാശിയായിരുന്നു, 25 പൈസ പോലും ഞാൻ കൊടുക്കില്ലെന്ന് ഞാൻ വാശിയായിരുന്നു. കാരണം എന്തിന് കൊടുക്കണോ, നാളെ കൂടുതൽ ചോദിക്കും. അപ്പം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ റോൾ മോഡലാക്കി മറ്റ് പലരോടും ചോദിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഈ എന്തായാലും എനിക്ക് സിംപിളി കൊടുക്കും. എന്നോട് പലരും ചോദിച്ചു, എൻ്റെ വക്കീൽ പോലും ചോദിച്ചു, 25,000 രൂപ ചോദിച്ചുള്ളൂ, കൊടുക്കാമായിരുന്നു. നീ ഒരു ദിവസം ഹയാത്തിൽ പോയി വെള്ളം ഒടിക്കുന്ന പൈസ, നീ എന്തിനാ അത് കൊടുക്കായിരുന്നു, സിംപിളി കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞോ ബുദ്ധിമുട്ടാകത്തില്ല. അല്ല കൊടുത്തിരുന്നെങ്കിൽ, അത് കേസ് കൊടുത്തതിന് ശേഷം കൊടുത്തിരുന്നെങ്കിൽ കൂടി നമുക്ക് സോൾവ് ആവുമായിരുന്നു. കുട്ടിയെ റെപ്രസെൻ്റ് ചെയ്ത് പലരും എൻ്റെ അടുത്ത് പൈസ ചോദിക്കാൻ വിളിച്ചു. ചേട്ടൻ കൊടുത്താൽ നമുക്ക് സോൾവ് ആക്കാൻ ചേട്ടാ. നമുക്കില്ല പറഞ്ഞു, ഞാൻ 5 പൈസ കൊടുക്കില്ല. അതിൻ്റെ വാശിയാണ്. ഞാൻ ഇനിയിപ്പോൾ എവിടെ വാർത്ത വന്നാലും ഇനി എന്ത് വന്നാലും ഞാൻ അത് ഓവർകം ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഞാനൊന്ന് പൈസ കൊടുക്കാൻ റെഡിയായിരുന്നെങ്കിൽ ഇന്ന് എനിക്കെതിരെ വ്യാജ പോക്സോ കേസ് വരില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് നല്ല കാര്യങ്ങളുണ്ടായി. ഇന്ന് ഇന്ത്യക്ക് ഒരു മിഷൻ മെൻസ് കമ്മീഷൻ ഉണ്ടായി. അതുകൊണ്ട് മിഷൻ മെൻസ് കമ്മീഷൻ ഈ പറയുന്ന പോലെ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന രീതിയിൽ തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഒരു കേസ് എനിക്കെതിരെ ഒരു വ്യാജ പോക്സോ കേസ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് മിഷൻ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് കേരളത്തിൽ ഇത്ര സ്ട്രോങ് ആയിട്ട് വരില്ല. അതെനിക്ക് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയാം. കാരണം രാഹുൽ ഈശ്വർ എന്ന ആളെ ഞാൻ പോലും പേഴ്സണലി പുള്ളിയെ ഈ നമ്മളെ തിരുവനന്തപുരം ഭാഷ ഇവിടെ താറ്റി കിട്ടുന്നത്, അയാൾ പറയും മെൻസ് കമ്മീഷൻ, ഞാൻ തനിക്ക് വേറെ ജോലിയില്ല എന്ന് പറയുന്ന ആളാണ്. അവസാനം എനിക്കൊരു പ്രോബ്ലം വന്നപ്പോൾ രാഹുലാണ് എന്നെ വിളിക്കുന്നത്, മനസ്സിലായില്ലേ. നമ്മൾ വളരെ ഇതായിട്ട്, എനിക്ക് രാഹുലിനെ വർഷങ്ങളായിട്ട് നാഷണൽ മീഡിയയിൽ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ എങ്കിലും ഞാൻ പുള്ളി അങ്ങനെ ഒരു ഇതിലല്ല. പക്ഷേ അങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പം എന്നോട് FIR ചോദിക്കുന്നു, ഞാൻ FIR അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് പുള്ളി പഠിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, FIR ഒക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും അത് ഫ്രെയിംഡ് ആണോ എന്താണെന്നുള്ള കാര്യം. കാരണം പരാതി കൊടുത്തിരിക്കുന്നത് 3 മാസത്തിന് ശേഷമാണ്, മനസ്സിലായില്ലേ. പരാതിക്ക് വേറെ ബേസ് ഒന്നുമില്ല. പിന്നെ നിർബന്ധിച്ച് ഫോട്ടോഷൂട്ട് നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അന്നും അവർ തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോസും വീഡിയോസും കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പോഴേ ഇത് പൊളിഞ്ഞു. ഇത് കോടതി പോയപ്പം ജഡ്ജിന് ഈ സാധനം കണ്ടപ്പോൾ അപ്പം ഇത് പൊളിഞ്ഞു. അല്ലെങ്കിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ഒരിക്കലും തരില്ല. അതും പോക്സോയില്ലേ. കാരണം ജഡ്ജിന് സാധനം കണ്ടപ്പോൾ മനസ്സിലായി. കാരണം 3 മാസം കഴിഞ്ഞിട്ട് ഒരു പരാതി എന്ന് പറഞ്ഞാൽ അതും എന്താണ് കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു ആരോപണങ്ങളാണ്. ഒരു പോക്സോ വരുത്തണം, അത്രേ ഉള്ളൂ. പൊളിഞ്ഞു. മെഡിക്കൽ എടുത്തപ്പോൾ പൊളിഞ്ഞു. മെഡിക്കൽ എടുക്കാനായിട്ട് അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ശരി. അങ്ങനെ അലിഗേഷൻ പറയാൻ പറ്റില്ല. കാരണം ഈ ഷൂട്ട് നടത്തത് ഏകദേശം ഒരു 30-40 ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ഈ വന്ന 30 പേരെയും പോലീസ് ചോദ്യം ചെയ്തു. ഈ 30 പേഴ്സൺസിനെ 1 by 1 പോലീസ് ചോദ്യം ചെയ്തു. CCTV വിഷ്വൽസ്, എവറിത്തിങ്
എല്ലാത്തിലും പാളിപ്പോയി. മനസ്സിലായില്ലേ? നമ്മൾ പോലും അറിയാതെ ദൈവം ഒരു അദൃശ്യമായിട്ടുള്ള തെളിവ് നമുക്ക് വേണ്ടി സൂക്ഷിക്കും എന്ന് പറയുന്ന പോലെ ഈ കുട്ടി എന്നോട് പൈസ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കാറിൻ്റെ അകത്ത് ബ്ലൂടൂത്തിൽ ആണ് ഈ കോൾ അടിക്കുന്നത്. പിന്നെ കാറിൻ്റെ അകത്ത് ഡാഷ് ക്യാമറ ഉണ്ട്, ക്യൂബോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡാഷ് ക്യാമറ. അവർക്കൊരു പ്രൊമോഷൻ ആവണേ ആവട്ടെ. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള എനിക്ക് അയാളോടാണ് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ദൈവം എന്ന് പറഞ്ഞത് നമ്മുടെ പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കിള്ളിപ്പാളത്ത് ഒരു കടയുണ്ട്. സീരിയസ്ലി പുള്ളി എനിക്ക് ഒരു ദിവസം വിളിച്ചിട്ട് ഈ ക്യാമറ കോംപ്ലിമെൻ്ററി ആയിട്ട് പുള്ളിയുടെ ഒരു പ്രൊമോഷൻ ഞാൻ ചെയ്ത് സക്സസ് ആയതുകൊണ്ട് സൺ ഫിലിമിൻ്റെ എനിക്കൊരു ക്യാമറ കോംപ്ലിമെൻ്ററി ആയിട്ട് പുള്ളി തന്നു. അപ്പം ഞാൻ വണ്ടി നമ്മളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ക്യാമറ വെക്കണോ വേണ്ട എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ വെച്ചിടണം, നിനക്ക് ഉപകാരപ്പെടും, വണ്ടി അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും, ബാക്കിലും ഫ്രണ്ടിലും വണ്ടിക്കകത്തൊക്കെ ക്യാമറ വെച്ചത്. അപ്പം ഞാനത് വളരെ ഒരു വൈമുഖ്യത്തോടു കൂടിയാണെങ്കിൽ വെച്ചു. ചിലപ്പോഴൊക്കെ നമ്മൾ സ്വകാര്യമായി വണ്ടി ഇരുന്നിട്ട് അടിക്കുകയൊക്കെ ചെയ്യും, തെറ്റാണെങ്കിലും അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച് വേണ്ട, വണ്ടിക്കകത്ത് വേണ്ട. പലരും നമ്മുടെ വണ്ടി വരുന്നതാണ്, സുഹൃത്തുക്കളൊക്കെ അടിക്കാറുണ്ട്. പലർക്കും അത് പുറത്ത് അറിയുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. നമുക്ക് ഹിപ്പോക്രസി ഇല്ലാത്തതുകൊണ്ട് വിഷയമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കോള് ബ്ലൂടൂത്ത് എടുത്തുകൊണ്ട് ഈ കുട്ടിയുടെ അമ്മയും വിളിക്കുന്ന കോൾസ് ഓട്ടോമാറ്റിക്കലി ഈ ഡാഷ് ക്യാമിൽ റെക്കോർഡായി. അതെൻ്റെ ജീവിതത്തിൽ അത് വലിയ തെളിവായിട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം പോലും നമ്മളറിയാതെ ഒരു അദൃശ്യമായ തെളിവ് നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കാനായിട്ട് വെച്ചു എന്ന് പറയുന്നത്. അപ്പം അതെല്ലാം നമ്മളെ ഒരു ഇതായിട്ട്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇത്രയും ഒരു ഇതിൽ നിൽക്കുന്നതായതുകൊണ്ട് നമ്മളോടത്ത് പലർക്കും ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയൊന്ന് അടിച്ച് തള്ളിയിടുക എന്നുള്ളത്. അതെ, ഈ പറയുന്ന പോലെ നമുക്കൊരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതൊരു ഈ പെട്ടെന്ന് ഈ 1000+ ഇനോഗ്രേഷൻസ് എന്നൊക്കെ പറയുമ്പം ആൾക്കാർക്ക് അത് ദഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ പിന്നെ ചെറിയ ഇനോഗ്രേഷൻ വലിയ ഇനോഗ്രേഷൻ ഒന്നുമില്ല. നമ്മൾ ചെറിയ കടകാരൻ വിളിച്ചാലും പോവും, മാൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ വിളിച്ചാലും പോവും, ചെറിയ ഹോട്ടൽ തട്ടുകട വിളിച്ചാലും പോവും, സ്റ്റാർ ഹോട്ടൽ. ഇപ്പം കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തൊരു അഡാറ റീജൻസി എന്ന് പറഞ്ഞിട്ട് ഒരു 4-star ഹോട്ടൽ ഇനോഗ്രേറ്റ് ചെയ്തു. അത് നമ്മൾ ചെയ്യും. അത് വേറെയും ചെറിയ കടയും നമ്മൾ ചെയ്യും. നമുക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പം നമ്പർ ഓഫ് ഇനോഗ്രേഷൻസ് കൂടും. അപ്പോൾ അത് ആൾക്കാർക്ക് ആൾക്കാർക്കല്ല, ഈ മേഖലയിൽ നിൽക്കുന്ന മറ്റുള്ള ചെറുകിട ഇൻഫ്ലുവൻസേഴ്സിന് നമ്മളൊരു ശത്രുവായി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോലി ഈ ഇൻഫ്ലുവൻസിങ്ങോ വ്ളോഗിങ്ങോ അല്ല, എൻ്റെ ബിസിനസ് വേറെയാണ്. ഇതെൻ്റെ ഞാനൊരു ഇൻകമായിട്ടേ കണക്കൂട്ടിയിട്ടില്ല. സൈഡെന്നും പറയാൻ പറ്റില്ല. ഇതിൽ കിട്ടുന്ന ഇൻകം മുഴുവൻ നമ്മൾ അതിലോട്ട് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് കോൾസും ഇപ്പം നല്ലൊരു കോഴ്സ് ഉണ്ട്, ഇതിൽ കിട്ടുന്ന പൈസ മുഴുവൻ നല്ല മെൻസ് കമ്മീഷനിലാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ പ്രൊമോഷന് കിട്ടുന്ന കംപ്ലീറ്റ് പൈസയും അതിൽ കൂടുതലും നമ്മൾ വക്കീലില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് ഒരു വക്കീലിനെ നമ്മൾ വെച്ച് കൊടുക്കണമെങ്കിൽ, നല്ല വക്കീലാണെങ്കിൽ അവന് 25,000 രൂപയെങ്കിലും ഫീസ് കൊടുക്കണം ഒരു സിറ്റിങ്ങിന്. നല്ല വക്കീലാണ്, ഒരു ബെയിൽ എടുത്ത് കൊടുക്കാൻ മിനിമം 25,000 കൊടുക്കണം. 25 to 1 lakhs. ഇപ്പം നമ്മൾ 1 lakh മേടിക്കുന്ന സ്ഥാനത്ത് നമ്മൾ മെൻസ് കമ്മീഷന് വേണ്ടി വാദിക്കുന്ന വക്കീലാണെങ്കിൽ അയാൾ 25,000 ഒക്കെ മേടിക്കാറുള്ളൂ. നമ്മളോടുള്ള ഒരു നമ്മൾ കൊടുക്കേണ്ട അയാളുടെ ജോലിയല്ലേ അത് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? നമ്മളുടെ റവന്യൂ ഒന്ന്. ചില കേസുകളിൽ ഞാൻ കൊടുക്കാറുണ്ട്, ചില കേസുകളിൽ രാഹുൽ കൊടുക്കാറുണ്ട്. നമ്മൾ രണ്ടുപേരും കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്നും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രപ്പോർഷൻസ് ഡിഫറൻ്റ് ആണ്. എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ കൊടുക്കും, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നത് അദ്ദേഹം കൊടുക്കും. പലരും വിളിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണ്, പിള്ളേർക്ക് ബുക്കും സാധനങ്ങളും മേടിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് നമ്മൾ വിളിക്കും. ഈ ഇടയ്ക്ക് രാഹുലിനോടൊപ്പം ജയിലിൽ കിടന്ന ഒരു പയ്യനുണ്ട്. അവന് ഒരു പ്രേമമായിരുന്നു പെൺകുട്ടിയോട്. പക്ഷേ പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞില്ല. അപ്പോൾ അവർ വീട്ടുകാർ പോക്സോ കേസ് കൊടുത്തു. അപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തെ ഇറക്കി കൊണ്ടുവരാനായിട്ടുള്ള കേസ് നടത്തിലാണ്. അത് അദ്ദേഹം ഉടനെ റിലീസാവും. അദ്ദേഹത്തിന് സൗജന്യമായി വക്കീലിനായി കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യാം. നമ്മൾ ഇനി ഒരു പുരുഷനും വ്യാജ കേസിൽ അല്ല, അത് നമുക്ക് ശരിക്കും അങ്ങനെ ഒരു അനുഭവം വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് സ്വന്തമായിട്ട് പഠിക്കുന്നത്. അത് എല്ലാവരുടെയും കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം അങ്ങനെ യൂറോപ്പിൽ പോയിട്ടാണ് മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള ഒരു തുരുപ്പുകുലാൻ ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ശരിക്കും ഞാൻ അതിൻ്റെ ഇപ്പോൾ കുറേ ഫ്ലേവേഴ്സ് ഒക്കെ ഇറങ്ങിയില്ലേ? അതെ, തീർച്ചയായിട്ടും ഒരുപാട് ഫ്ലേവേഴ്സും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വേൾഡ് വൈഡായിട്ട് നമുക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടി. അത് എന്തോന്ന് അറിയില്ല, നമ്മളുടെ ഭാഗ്യമാണോ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ആണോ എന്തോ, ഇനി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ബ്രാൻഡ് അംബാസഡർ ഉണ്ടായതുകൊണ്ടാണോ എനിക്കറിയില്ല, എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണോ എനിക്കറിയില്ല. ഭയങ്കര സന്തോഷം. നമ്മൾ ഈ പറയുന്ന കണക്ക് മലയാളികൾക്ക് ഇന്ന് അഭിമാനിക്കാൻ പറ്റുന്ന, അത് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് AVB ഉള്ള വൈറ്റ് റം എന്ന് പറയുമ്പോൾ അതിന് ഇനി ഇതിന് വേറൊരു പ്രോഡക്റ്റ് വരുന്നില്ല, വരാൻ പാടാണ്. ഇനി ആരെങ്കിലും ഇനി ഉണ്ടാക്കുന്ന. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നമ്മളത് ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ എക്സൈസ് നിയമങ്ങൾ വളരെ കാഠിന്യം നിറഞ്ഞ നിയമങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതലാണ്. നമ്മളിവിടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷേ ദുബായിൽ നിന്ന് വരുന്ന ഏതൊരു ആൾക്കും നാട്ടിലേക്ക് കൊണ്ടുവരാം, യൂറോപ്പിൽ നിന്ന് വരുന്നവർക്ക് കൊണ്ടുവരാം, അതൊന്നും വിഷയമല്ല.
പിന്നെ ഞാൻ തന്നെ വരുമ്പം ബോട്ടിൽസ് കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു JD ജാക്ക് ഡാനിയൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ, അപ്പം അന്ന് ഫസ്റ്റ് ബ്ലോഗിംഗ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ചേട്ടൻ്റെ വീഡിയോസ് കാണുന്ന സമയത്താണ് ഞാൻ ശരിക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോ ജാക്ക് ഡാനിയൽസിന്റെ വീഡിയോ ആണ്. അതെ അതെ ഞാൻ ഹണി ഒഴിച്ചിട്ട് ഹണി ഒഴിച്ചിട്ട് ഞാൻ ചുമ്മാ കാഷ്വലി കഴിക്കുന്ന വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടാണ്. ആക്ച്വലി എൻ്റെ ഫസ്റ്റ് വീഡിയോ അതാണ്. ഞാനൊരു പർപ്പസ്ഫുൾ വ്ളോഗർ ആവാൻ ശ്രമിച്ച ആളല്ല. ഞാൻ അവിചാരിതമായി എൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കറങ്ങുകയും അത് വൈറലാവുകയും ചെയ്ത ശേഷം നിർബന്ധിതമായി അങ്ങനെ നമ്മൾ അതിലേക്ക് പോകാൻ ഇടയായ ആളാണ്. അല്ല, ഞാൻ ശരിക്കും ഒരു ജാക്ക് ഡാനിയൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ കുറിച്ചൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ആ ജാക്ക് ഡാനിയലിൽ ഹണി വെച്ചിട്ട് ചെയ്ത ഒരു ഇതുണ്ടല്ലോ. അതിനുശേഷം ഗൾഫിൽ നിന്ന് ഇനി ആര് വന്നാലും എവിടെ നിന്ന് ആര് വന്നാലും പറയാം JD. പലരും പറയാറുണ്ട് JD എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിൽ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡല്ല. അപ്പോൾ എനിക്ക് പണ്ട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ US പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ബർബൺ വിസ്കി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സുഹൃത്താണ് എനിക്കിത് വാങ്ങിച്ചു തരുന്നത്. സുഹൃത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുഹൃത്തും മുമ്പ് എൻ്റെ ബോസ് ആയിരുന്നു സോഹൻ റോയ്. അദ്ദേഹമാണ് ഈ സാധനം എനിക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത്. അത് JD കൂടിയ വെർഷനായിരുന്നു. അപ്പോൾ അത് നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ അന്ന് രാത്രി തന്നെ തീർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ സാർ എനിക്ക് വീണ്ടും ഒരു ബോട്ടിൽ ഗിഫ്റ്റായിട്ട് തന്നു. ആ ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. വീഡിയോ ചെയ്ത് നമ്മളുടെ ഏരീസിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഞാൻ എടുത്ത് ഇട്ട് കൊടുത്തു. പിന്നെ അതെങ്ങനെ പുറത്ത് പോയി, പിന്നെ ആരോ പോസ്റ്റ് ചെയ്ത് 60 മില്യൺ വ്യൂസ് ഉണ്ടാക്കി അത് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ ഭയങ്കര വൈറലായി. നോട്ട് ഓൺലി ഇൻ മലയാളി കമ്മ്യൂണിറ്റി, അത് എല്ലാ ലാംഗ്വേജസിലും അത് പോയി. ലൈക്ക് ഡ്രിങ്ക്സിൻ്റെ ലാംഗ്വേജ് ഇല്ലല്ലോ, അവർക്ക് ഇത്രയും കിട്ടിയാൽ മതി. JD ഹണി ലൈം മിക്സിങ് കുടിക്കുന്നു. അപ്പോൾ അവർക്ക് അത്രയും കിട്ടിയത് അത് ഭയങ്കര വൈറലായ ഒരു സാധനമാണ്. അപ്പോൾ അതിനോടൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ കടപ്പാട് സോഹൻ റോയോടാണ്. ഇന്ന് കാണുന്ന മുകേഷ് നായരുടെ ഇൻഫ്ലുവൻസിൻ്റെ വേറൊരു സൈഡ് ഉണ്ടാക്കി തന്നതും അല്ലെങ്കിൽ ഒരു ലിക്കർ ഇൻഡസ്ട്രിയിലേക്ക് എന്നെ ഒരു ഇതിലേക്ക് കൊണ്ടുപോയത് അദ്ദേഹമാണ്. അതെ അതെ. അപ്പോൾ ശരിക്കും ഞാനും അന്ന് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവ്. അതിനുശേഷമാണ് JD ഞാൻ പറഞ്ഞില്ലേ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ തുരുപ്പുകുലാനാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ബിസിനസ്. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ നമ്മൾ പുതിയ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇറക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇറക്കുന്ന മെയിൻ പ്രോഡക്റ്റ് വരാൻ പോകുന്നത് മിന്നൽ എന്ന് പറഞ്ഞിട്ട് അങ്ങാടി മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ഏകദേശം 100ഓളം അങ്ങാടി മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാറ്റ് ഇറക്കുന്നു. അതൊരു 99% ഇറക്കണമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. സീരിയസ് ആയിട്ട് അത് പോസിബിൾ അല്ല. പക്ഷെ അതിൻ്റെ ഒരു മാക്സിമം നല്ല പെർസെൻറ്റേജിൽ നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള നല്ല എല്ലാ ഇതൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, തനിനാടൻ വാറ്റിൻ്റെ ഒരു മെഡിക്കേറ്റഡ് വേർഷൻ. കാരണം പണ്ട് ഗർഭിണികൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന സാധനമുണ്ട്. മനസ്സിലായില്ലേ? പ്രസവിച്ച ആ ഒരു ക്ഷീണമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഔൺസ് കുടിക്കുന്ന ഒരു 1-2 ദിവസമേ കൊടുക്കുള്ളൂ, 2-3 ദിവസം അത്രേ കൊടുക്കുള്ളൂ. പക്ഷെ അത്ര അവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണത്. അപ്പം അന്ന് കൊടുത്തിരുന്നു. അപ്പോൾ ആ സാധനം ഇപ്പം ലീഗലി നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ ലീഗലി ഉണ്ടാക്കാൻ പറ്റുന്ന രാജ്യമാണ് ആംസ്റ്റർഡാം, നെതർലാൻഡ്സിൽ. അപ്പോൾ അവിടെ നമ്മളിതിൻ്റെ റിസർച്ച് R&D നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 വർഷത്തിനുള്ളിൽ പ്രോഡക്റ്റ് റിലീസാവും. പക്ഷേ എൻ്റെ ഒരു വിഷമം, നമ്മുടെ പേര് സർക്കാർ അടിച്ചു മാറ്റി. ഞാൻ മലബാർ മിന്നലെന്നോ അങ്ങനെ എന്തോ ബ്രാൻഡി അവർ ഇറക്കി. അപ്പം നമ്മൾ ഈ പേര് ഒരു കുറേ നാൾ മുമ്പ് നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് സന്തോഷമാണ്. നമുക്ക് മോശമായിട്ട് പറയുന്നതല്ല, പക്ഷെ എന്നാലും നമ്മളുടെ ഒരു മിന്നൽ എന്നുള്ളൊരു ബ്രാൻഡ് നെയിം ആ ഒരു മലബാറിലേക്കും കയറ്റി. അപ്പോൾ എന്തായാലും പിന്നെ നമുക്കതിന് പരാതിയൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എത്ര 100+ അങ്ങാടി മരുന്നുകൾ വെച്ചിട്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നാടൻ വാറ്റ് അത് ഇറക്കുകയാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. അത് 1 വർഷത്തിന് തവണ R&D നടക്കുവാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ മാസം പോകുന്നുണ്ട് ആംസ്റ്റർഡാം. അപ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ സാമ്പിൾ അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സാമ്പിൾ ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഇപ്പം ഏത് സാധനം ഉണ്ടാക്കിയിട്ട് ആദ്യം നമ്മളാണല്ലോ കഴിച്ചു നോക്കേണ്ടത്. എന്നിട്ട് ഒരുപാട് പേർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. നമ്മൾ ഒരുപാട് ഇൻ്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള ഒരുപാട് ലിക്കർ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ടേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ കൊടുക്കും. അവരെല്ലാം കഴിച്ചിട്ട് അവരുടെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. അത് വാങ്ങിച്ച് അങ്ങോട്ട് കുടിക്കുന്നതിന് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം. നമ്മൾ അവർക്ക് കൊടുത്ത് കാശും കൊടുത്തിട്ട് അവരുടെ ആത്മാർത്ഥമായ റിവ്യൂ. ഇത് നാവിലേക്ക് മദ്യം ചെല്ലുമ്പോഴേ ഓരോ മദ്യത്തിനും ഓരോ നോട്ട്സ് ഉണ്ട്. ഈ നാവില് ഈ നമ്മുടെ ടേസ്റ്റ് ബഡ്സിൽ നമ്മൾ ഈ ലിക്കർ നമ്മളിവിടെ മലയാളികൾ കുടിക്കുന്നത് എങ്ങനെ, ഞാനും ചിലപ്പോഴൊക്കെ ഫസ്റ്റ് പെക്ക് ഒറ്റയടിക്ക് കടിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം, ഒരു ഡ്രോപ്പ് ആണെങ്കിൽ അത്രയല്ല, സിംഗിൾ മോൾട്ടൊക്കെ ആണെങ്കിൽ ചേർക്കാതിരുന്നാൽ നല്ലത്. അല്ലെങ്കിൽ ഐസ് മാത്രമേ ഇടുക. ജസ്റ്റ് നാവിലേക്ക് എടുത്ത് നമ്മളിങ്ങനെ കുഞ്ഞമ്മയുടെ മുലപ്പാൽ നുണയുന്ന പോലെ ശരിക്കും ആ ടൈമാണ്
അതിങ്ങനെ നമ്മൾ ഇങ്ങനെ നുണഞ്ഞ് ഇറക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഓരോ നോട്ട്സ് നമുക്ക് അറിയാൻ പറ്റും, അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. ടേസ്റ്റ്. എന്നിട്ട് ഇങ്ങനെ മൗത്തിൽ ചുറ്റും കറക്കി അങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്നാണ് ഇത് സായിപ്പ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ജവാനിൽ തുടങ്ങിയ ആളുകൾക്ക് അത്രയും ഇതില്ല. അല്ല, സായിപ്പ് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മളെങ്ങനെയാണ് ഗ്ലഞ്ചനെ എടുക്കുന്നു, ഗ്ലഞ്ചനെ അടിക്കുന്നു. മറ്റേ നമ്മൾ ഇത് വളരെ സമയമെടുത്ത് എൻജോയ് ചെയ്ത് കഴിക്കേണ്ട ഒരു സാധനമാണ്. നമ്മളുടെ ഇത് ഒരുപാട് അല്പം മദ്യം ആരോഗ്യത്തെ ഉണർത്തും, ബോധത്തെ ഉണർത്തും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആയുർവേദത്തിൽ ചരക സംഹിതയുണ്ട്. അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 25-ാം അധ്യായത്തിൽ മദ്യത്തെക്കുറിച്ചിട്ട് ഒരു 8 പേജുണ്ട്. ആ പേജിൽ മദ്യം എങ്ങനെ കഴിക്കണം, അതായത് അന്ന് സോമരസം അതാണ്. അല്ല, മദ്യം തന്നെ അമൃതം തന്നെ. മദ്യത്തെ അമൃതമായിട്ടാണ് അതിൽ. ഇത് ഏത് അധ്യായം എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, ചരക സംഹിത. അപ്പോൾ ആ ചരക സംഹിതയിൽ 24-ഓ 25-ാമത്തെയോ അധ്യായമാണ്, എൻ്റെ ഓർമ്മ ശരി 25-ാണ് അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി മദ്യം എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, ആരുടെ കൂടെ കഴിക്കണം, ഏതിൻ്റെ കൂടെ കഴിക്കണം, എങ്ങനെയൊക്കെ കഴിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്. മനസ്സിലായില്ലേ? കൃത്യമായ ഇപ്പം പലരും പറയാറുണ്ട് പകലരുത്, പലരരുത് എന്നൊക്കെ പറയാറുണ്ട്. പകല് ശരിക്കും പറഞ്ഞാൽ രാവിലെ നീണ്ടിട്ട് വെറും വയറ്റിലൊന്നും അടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മളെ ഇൻഡസ്റ്റൈൻ സിസ്റ്റത്തെയും ലിവറിനെയൊക്കെ ഫുൾ ഡാമേജ് ആക്കി കളയും. ഇപ്പോൾ രാവിലെയൊക്കെ ഒരെണ്ണം ചെറുത് അടിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അടിച്ചളയരുത്. നമ്മുടെ ലിവറിനെയൊക്കെ അടിക്കണമെങ്കിൽ അടിച്ചോ, കുറച്ച് ചീസോ കുറച്ച് നല്ല ഫുഡോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് രാവിലെ അടിച്ചാൽ കുഴപ്പമില്ല. വെറും വയറ്റിൽ ഒരിക്കലും ആരും മദ്യപിക്കരുത്. എഫക്റ്റ് നല്ല കിട്ടും, പെട്ടെന്ന് തലയ്ക്ക് കിട്ടും, ബ്ലഡിലേക്ക് പെട്ടെന്ന് സ്പൈക്ക് ചെയ്യും. സ്പ്രെഡിന് വരെ സ്പൈക്കാണ് ചെയ്യുന്നത്. നേരെ കുടലിൽ ചെന്നിട്ട് കുടലിലെ എപ്പിത്തീലിയൊക്കെ കരിഞ്ഞു പോകും. കുടലിലെ എപ്പിത്തീലിയം കരിഞ്ഞു പോയി പിന്നെ അൾസർ വരും. നമ്മൾ ഇതിനെക്കുറിച്ച് മെഡിക്കലി എല്ലാം അറിയാതെ ചെയ്ത് ഞാൻ ഈ ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യും. ഞാൻ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു സാധനം ഈ മദ്യത്തെക്കുറിച്ചാണ്. കാരണം പുതിയ പുതിയ ഫ്ലേവറുകൾ ഏത് വിപണിയിൽ ഏത് പുതിയ മദ്യം ഉണ്ടായാലും ഞാൻ വാങ്ങിക്കും, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ എനിക്കത് ലഭിക്കും, പല ബ്രാൻഡുകളും അയച്ചു തരാറുണ്ട്. ഇപ്പോൾ ബെല്ലി ആദ്യമായിട്ട് ബോട്ടിൽ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ എനിക്ക് കിട്ടി. ബെല്ലി കമ്പനി ഇറങ്ങി. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇതുവരെ അക്ലൈംഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊന്നും പോകാതെ ബെല്ലി ഇവിടുത്തെ നമ്മുടെ UAE-ലുള്ള ഒരു വലിയ ഡീലറിനാണ് ഫസ്റ്റ് ബോട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ ആ ഡീലർ എന്നെ വിളിച്ചിട്ട്, പുള്ളി കഴിക്കാത്ത ആളാണ്, പുള്ളി പറഞ്ഞു ഇത് നിങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഇടാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പ്രിവിലേജുകൾ ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, മദ്യം ഒരിക്കലും ഒരു മോശം സാധനമല്ല. എല്ലാം അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ അളവിൽ കഴിക്കുകയും ഉപയോഗിക്കുകയും ചെയ്താൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള. നമ്മുടെ ഈ നാട്ടിൻപുറത്തിലുള്ള അമ്മാവന്മാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, എന്താണെന്നറിയോ, ഞങ്ങൾ ദിവാകരൻ പോയതിനു ശേഷം അടിക്കാറുള്ളൂ, സൂര്യൻ അസ്തമിക്കണം. അങ്ങനെ ഒരു പകലരുത് പലരരുത് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഹെൽത്തി ആയിട്ട് ഇപ്പം നമ്മൾ മദ്യപിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു പെഗ് അടിച്ച് നല്ല രീതിയിൽ നുണഞ്ഞ് സിപ്പായിട്ടൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മളിത് കഴിക്കുമ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ടച്ചിങ്സ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? മദ്യം കഴിക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മദ്യത്തിനോടൊപ്പം നന്നായിട്ട് ടച്ചിങ്സ് കഴിക്കുന്നില്ല. പലരും നമ്മൾ ശ്രദ്ധിക്കണം, ചുമ്മാ കുടിച്ചുകൊണ്ട് മാത്രമേ ഒന്നും കഴിക്കില്ല. തീർച്ചയായിട്ടും നമ്മൾ മദ്യം കഴിക്കുന്നതിന് മുൻപേ അല്പം ഭക്ഷണം കഴിക്കണം. എന്തെങ്കിലും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിവറിനും കുടലിനും ഒരു കോട്ടിങ് കിട്ടാൻ ചീസ് നല്ലതാണ്. ചീസ് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചീസ് ചെറി പൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭവമുണ്ട്. ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് അത് ഭയങ്കര നല്ലതാണ്. അപ്പം ഒരിക്കലും വെറും വയറ്റിൽ മദ്യം കഴിക്കാൻ പറ്റില്ല. മദ്യത്തിനോടൊപ്പം കഴിക്കാൻ ഏറ്റവും നല്ലത് നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണ്. ആൽമണ്ട്സ്, പിസ്താഷ്യോസ് അങ്ങനത്തെ സാധനങ്ങൾ വളരെ നല്ലതാണ്. പിന്നെ പീനട്ട്സ് ഓഫ് കോഴ്സ് നല്ലതാണ്. പിന്നെ വറുത്തതും പൊരിച്ചായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക അതാണ്. പിന്നെ ഒലിവ് ഓയിലിൽ ഞാനൊക്കെ കൂടുതലും സാൽമണൊക്കെ മാക്സിമം അങ്ങനെയൊക്കെ ഹെൽത്തി ആവാൻ നോക്കാറുണ്ട്. കാരണം കൂടുതൽ നാൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ തോട്ടുമുക്കി ഇരുന്ന് അടിക്കും 7 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് അടിക്കും. എനിക്ക് അതിന് യാതൊരു വിഷയമല്ല. ഞാൻ നല്ല കട്ട ജവാനും അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി അടിക്കാത്ത മദ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മറ്റേ ലൂയിസ് 13 അതും അടിച്ചിട്ടുണ്ട്, ലൂയിസ് വർണാൻഡും അടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ വെറൈറ്റി അടിക്കും, ജവാനും അടിക്കും, ജേഡി അടിക്കും. നമുക്ക് അങ്ങനത്തെ ഒരു, ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഒരു തോട്ടൻ്റെ കയറി ഇരുന്ന് അടിക്കണോ, അവിടെ ഇരുന്ന ആൾക്കാരെ അടിക്കും. എനിക്കത് എല്ലാം ഇഷ്ടമുള്ള. ഡെയിലി എത്ര പേക്ക് അടിക്കും? ഡെയിലി ഞാൻ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം മദ്യപാനം നടത്തും. ഡെയിലി എത്ര പെഗ് എന്നുള്ള കണക്കൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഓക്കെ ആവുന്നവരെ ഞാൻ അടിക്കും, ഹെൽത്തി ആയിട്ട് അടിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനൊരു എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഓക്കെ ആകുമ്പം ഞാൻ നിർത്തും എന്നുള്ളതാണ്. 2 വട്ടം എന്ന് പറയുമ്പോൾ എത്ര നാൾ? 2 പ്രാവശ്യം നിർത്തുന്നത്. ഒന്ന് ശബരിമല, ഞാൻ കള്ളുകൂടി നിർത്തുന്നത് വെച്ചാൽ ശബരിമലയിൽ 41 ദിവസം വ്രതം എടുക്കാറുണ്ട് എല്ലാ വർഷവും.
മകരവിളക്കാണ് ഞാൻ തൊഴാൻ പോകുന്നത്. മകരവിളക്ക് കണക്കാക്കി 41 ദിവസം വ്രതം എടുക്കുക. അതായത് ഡിസംബർ 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജനുവരി 14-15 ആകുമ്പോഴത്തേക്ക് 41 ഡേയ്സ് ആവും. എല്ലാ പ്രാവശ്യവും ഡിസംബർ 5-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ വെള്ളമാണ്. എല്ലാം ഈ പ്രൊമോഷൻസ് ഒക്കെ പോകുമ്പോൾ എല്ലാം അഭിനയമാണ്. ഫുഡെല്ലാം എടുത്ത് നിരത്തി വെളിയിൽ വയ്ക്കുക. എൻ്റെ വലിയ വിഷമമുള്ള ഒരു സമയമാണ്. എല്ലാ ഫുഡും ന്യൂ ഇയർ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ മദ്യത്തിൻ്റെയും ലിക്കറിൻ്റെയൊക്കെ പ്രൊമോഷൻ വരും. പകരം പെപ്സി ഒഴിച്ച് അടിക്കിച്ച് കാണിക്കുക. നമ്മുടെ ജോലിയാണ്, നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പം കുറേ ഫിഷ് ഇതൊക്കെ കൊണ്ട് ഫ്രണ്ടിൽ വയ്ക്കും, കാണിക്കാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ ഭാഗ്യം. അപ്പം അത് ഭാഗമായിട്ടുള്ള. അപ്പം ഈ നോമ്പ് സമയം നമ്മുടെ റംസാൻ സമയത്തും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ശബരിമല 40 ദിവസവും ഞാൻ കഴിക്കാറില്ല. അത് ബാക്കി എല്ലാ ദിവസവും കഴിക്കും. പിന്നെ ഒരു ദിവസം ഉള്ളത് ഫാദറിൻ്റെ ബലിക്ക് തലേ ദിവസമുള്ള ഒരിക്കൽ, ആ ദിവസം വ്രതമായിരിക്കും. അപ്പോൾ ആ ദിവസവും അങ്ങനെയാണ്. അങ്ങനെ ഇത്രയും ഒരു ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അടിക്കുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് മദ്യപിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. ചേട്ടാ, അതുപോലെ ഈ മലയാളികൾക്കിടയിൽ ചേട്ടനൊരു ലിക്കർ ബാരൻ എന്ന് പറഞ്ഞിട്ടൊരു വിളിപ്പേരുണ്ട്. ശരിക്കും എന്താണ് അതിൻ്റെ ഒരു ബാക്കിലുള്ള ഒരു കാര്യം? ലിക്കർ ബാരൻ അല്ല, നമ്മൾ കുറച്ച് പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ട് നമ്മളുടെ ഒരു വൺ ഓഫ് ദ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റാണ്. നമ്മളെ എന്നൊരു അഭിമാനമാണ് തുറുപ്പുകുലാൻ, നമ്മുടെ വേൾഡിൽ തന്നെ ഹയസ്റ്റ് ഏവിയുള്ള വൈറ്റം. അതുപോലെ തന്നെ പുതിയ ഒരുപാട് പ്രോഡക്ട്സ് നമുക്കുണ്ട്, വേറെ കുറേ പ്രോഡക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പം ആക്ച്വലി നമ്മൾ പർപ്പസ്ഫുള്ളി ലിക്കർ ബിസിനസ്സിലേക്ക് വന്നതല്ല, ലൈക്ക് ആക്സിഡൻ്റലായിട്ട് നമ്മൾ അതിലേക്ക് വന്നതാണ്. എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു മേഖലയാണത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യുന്നതാണ് കൂടുതൽ താല്പര്യം, അതിലേക്ക് അവിചാരിതമായിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ പറ്റി, ആ ബ്രാൻഡിൻ്റെ ഭാഗമാകാൻ പറ്റി, അതിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നമുക്ക് പിന്നെ എന്താ പറയുക, നമ്മുടെ ഓൺ ആ ഒരു മനസ്ഥിതിയിൽ നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു സാധനം കൂടെ ആകുമ്പം നമ്മളുടെ ഓൺ ചൈൽഡിനെ പോലെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു അതാണ് നമ്മൾ, അല്ലാതെ നമ്മൾ ഭയങ്കരമായ ഒരുപാട് സംഭവങ്ങളല്ല. പിന്നെ നമ്മളുടെ ബ്രാൻഡ് വേൾഡ് വൈഡ് ഫേമസ് ആയി, അതിന് വലിയ സന്തോഷം. ഞാൻ പറഞ്ഞില്ല, അതും ഈ തുറുപ്പുലാലിൻ്റെ പിന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 മലയാളികളാണ്. ഈ പറയുന്ന അതിൻ്റെ ഒരു തോട്ട് പ്രോസസ് ഐഡിയ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ജ്യേഷ്ഠൻ ലാൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരിയുടെ പറയുന്ന വിഷ്ണു, പിന്നെ മൂന്നാമതാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. നമ്മൾ 3 പേരും കൂടെ അങ്ങ് ചേർന്ന് ഈ ഒരു ഘട്ടമായി. എൻ്റെ ഒരു റോളെന്ന് പറഞ്ഞാൽ, ഞാൻ ആ കമ്പനി യൂറോമാക്സ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞുള്ള യൂറോപ്പിലുള്ള കമ്പനിയാണ്. ആ യൂറോമാക്സ് സ്പിരിറ്റ്സിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ് ഞാൻ. അതിനോടൊപ്പം ബ്രാൻഡ് അംബാസഡറാണ്. നമുക്ക് ഒരുപാട് പ്രോഡക്ട്സും ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട്, എല്ലാം ലിക്കർ റിലേറ്റഡ് ആണ്. സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ രണ്ടും ഉണ്ടല്ലോ, എന്ത് സ്പിരിറ്റ് ആണ്? നമ്മളുടെ ഹോളി സ്പിരിറ്റും ഉണ്ട്, ഈ സ്പിരിറ്റ്. 2 സ്പിരിറ്റും നമുക്ക് ഇഷ്ടമാണ്. പറയുമ്പോഴും ഒരു സ്പിരിറ്റ്, അതാണ് ഇത് പറയാനാണ് ഏറ്റവും വലിയ സ്പിരിറ്റ്. അതാണ് എൻ്റെ ഒരു സ്പിരിറ്റ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ്. അല്ലാതെ നമ്മൾ പർപ്പസ്ഫുള്ളി ഒരു ലിക്കർ ബാരൽ നല്ല എങ്ങനെ ആവണമെന്നുള്ള ആഗ്രഹം അങ്ങനെ ആയി പോയതാണ്. നമ്മൾ ആവുന്നതല്ലല്ലോ, നമ്മൾ ആക്കുന്നതല്ലേ. ഞാൻ പറഞ്ഞില്ല, ശരിക്കും പറഞ്ഞാൽ ഈ വ്യാജമായ ഒരു കേസ് കൊണ്ട് 2 വലിയ നേട്ടങ്ങൾ എനിക്കുണ്ടായി. ഒന്ന്, മിഷൻസ് മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു തലപ്പത്തിലേക്ക്, അല്ലെങ്കിൽ രാഹുൽ ഈശ്വരുമായിട്ട് തോളോട് തോള് ചേർന്നിട്ട് പ്രവർത്തിക്കാനും, അത് അതിനൊരു 2 സ്ഥാപകന്മാരിൽ ഒരാളായി മാറാനായിട്ട് എനിക്ക് പറ്റി. 2 ഇതുപോലെ ഒരു വലിയൊരു ലിക്കർ ബ്രാൻഡ് നമുക്ക്, അതെ, അത് വലിയ ഭയങ്കര സംഭവമല്ലേ. കാര്യം മലയാളികൾ വളരെ വളരെ കുറവാണ്. അതാണ് അങ്ങനെ ഒരു ഇതിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വേദനിക്കരുത്, വിഷമിക്കരുത്. നിങ്ങൾക്ക് അതിലപ്പുറം എന്തോ വലിയ നല്ല പോസിറ്റീവായ കാര്യം വരാൻ പോവുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പക്ഷേ നിങ്ങളെ വിട്ടുപോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഉണ്ടായാലും ഒരിക്കലും കരുതിക്കരുത്. എൻ്റെ സ്വയം അനുഭവം കൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് അതിൽ നിന്ന് എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും, അല്ല, അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, എപ്പോഴും ചേട്ടൻ്റെ വീഡിയോസിന് താഴെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട്. അതിപ്പം രക്ഷപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും താഴെ വരുന്ന കുറേ കമൻറ്റ്സ് ആണല്ലോ. അപ്പോൾ പിന്നെ ചേട്ടൻ ഇങ്ങനെ കുറേ ഗേൾസുമായിട്ടൊക്കെ നിന്നിട്ട് നടുക്ക് കൃഷ്ണനെ പോലെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നതിൻ്റെ താഴെ ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട്. ശരിക്കും അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക? നമ്മളത്, എനിക്ക് കുറേ പെണ്ണുങ്ങളിൽ നടക്കുന്ന ഫോട്ടോ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് എടുക്കുന്നില്ല. പല മോഡലിംഗ് കമ്പനികളും നമ്മളെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു, ഞാൻ പോകുന്നു. എന്തുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് എനിക്ക് എപ്പോഴും അറിഞ്ഞൂടാ. എനിക്കാണെങ്കിൽ അങ്ങനെ വലിയ 6 പാക്കോ അങ്ങനെ ഒരു സാധാരണ ഒരു മല്ലു ലുക്ക് തന്നെ. അതെ. അപ്പോൾ അവര് അല്ലാതെ എനിക്ക് വളരെ പ്രത്യേകതയുള്ള ആളോ അല്ലെങ്കിൽ ഒന്നുമല്ല. അപ്പോൾ ആൾക്കാർ വിളിക്കുന്നു, നമ്മൾ പോകുന്നു, പങ്കെടുക്കുന്നു. ഇപ്പം റീസെൻ്റായിട്ട് ഞാൻ ലാസ്റ്റ് ചെയ്തത് നമ്മൾ തുറുപ്പുകുലാന് വേണ്ടിയിട്ട് ഒരു 10-20 റഷ്യൻസിനെ വെച്ചിട്ട് ഒരു യാഡ് പാർട്ടി വീഡിയോ ചെയ്തായിരുന്നു. അതൊരു 1 വീക്ക് നമ്മൾ ഷൂട്ട് ചെയ്തു. ഒരാഴ്ച ഞാനും ഒരു 20 റഷ്യൻ മോഡൽസും ദുബായ്. അങ്ങനെ
അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ അണ്ണൻ മറ്റത് മറിച്ചത് പ്ലക്കിന്ന് വരെ ഇട്ടിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആയിക്കോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും. വൈഫിനും വീട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നമാണ്. അവർക്കെല്ലാം നമ്മളെ നന്നായിട്ട് അറിയാം, നമ്മൾ എന്താണെന്നുള്ള കാര്യം. ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫും എൻ്റെ അമ്മയും എൻ്റെ മോളും. എൻ്റെ വീട്ടിൽ 3 സ്ത്രീകളാണ്. അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വേറെ പ്രശ്നമില്ലല്ലോ. അല്ല, സീരിയസ് ആയിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളാണ്. അതൊരു തെറി വാക്കോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ ജെൻസി വേർഡ്സാണ് ഇതെല്ലാം. അണ്ണാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ കാണും. കുറേ പേര് അതിൻ്റെ പോസിറ്റീവ്. ഈ ഇടയ്ക്ക് സീരിയസ് ആയിട്ടാണ് പുള്ളി അത് കാണുമെന്ന് എനിക്കുണ്ട്. ബാംഗ്ലൂരിലുള്ള ഒരു അച്ചായനുണ്ട്. പണ്ട് എൻ്റെ തുടക്കകാലം വീഡിയോ മുതൽ എൻ്റെ എല്ലാ വീഡിയോസിലും നെഗറ്റീവ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പുള്ളിയെ എല്ലാ വീഡിയോസിലും നെഗറ്റീവ് കമൻറ്റ്സ് ഇടും. അങ്ങനെ തീരെ നിവൃത്തിയില്ലാതെ ഞാൻ പുള്ളിയുടെ അമ്മയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. മുത്തി എല്ലാം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തമ്മിൽ വൻ സോഷ്യൽ മീഡിയ വാറുണ്ടായിരുന്നു. അവസാനം എൻ്റെ ഈ കേസൊക്കെ വന്നതിന് ശേഷം ഞാനത് ഓവർകം ചെയ്തല്ലോ. അതിൽ ആ ഓവർകം ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ അത് പലരും ഒരു നിങ്ങൾ നേരത്തെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞല്ലോ, റോൾ മോഡലിലാണ് ഓവർകം ചെയ്തത്. കാരണം ഇങ്ങനെ ഒരു വ്യാജ കേസ് വന്നാൽ എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, മറ്റേ നിങ്ങളെ വെറുപ്പിൻ്റെ അവസാനം എനിക്ക് നിങ്ങളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പുള്ളി എന്നും വിളിക്കും. ബാംഗ്ലൂരിലെ ഒരു ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് പുള്ളി. HDFC ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ബാംഗ്ലൂർ മലയാളികളുടെ ഇടയിൽ വളരെ സജീവമായ സാന്നിധ്യമാണ്. അപ്പോൾ പുള്ളി കുറേ ആൾക്കാരുമായിട്ടൊക്കെ ഇരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ടീം തന്നെ ഇരുന്ന് പണ്ട് എനിക്കെതിരെ ഹാറ്റ് കമൻറ്റ്സ് ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കോൾ ഔട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത സമയത്ത് ആ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളിത് ഓവർകം ചെയ്ത ഒറ്റ കാര്യം കൊണ്ട് മാത്രം കുറേ ഫാൻ ബേസ് എനിക്ക് മനസ്സിലായല്ലേ. കുറേ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നതെല്ലാം ഫാൻസിലോട്ട് കൺവേർട്ട് ആയി എന്നുള്ളതാണ്. അല്ല, അത് ഭയങ്കര, അത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ആദ്യം നമ്മളെ വെറുക്കപ്പെട്ടവരെ എല്ലാം നമ്മുടെ ആരാധകരാക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് വലിയൊരു പാടാണ്. അത് ഇതുപോലുള്ള കേസൊക്കെ വന്നുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അല്ല, മൊത്തത്തിൽ അവര് എന്താ പറയുക, ഒന്ന് ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും അത് കറങ്ങി തിരിഞ്ഞ് എൻഡ് ഓഫ് ദ ഡേ അത് ഉപകാരമായിട്ട് വന്നു. തീർച്ചയായിട്ടും ഇത് നമ്മളെ വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ച ഒരു കേസാണെങ്കിൽ ഒരാൾ വീഴണമോ അയാൾ വാഴണമോ എന്ന് തിരികേണ്ടത് അവൻ സ്വന്തമായിട്ടാണ്. മറ്റുള്ളവനല്ല. നമ്മളെ വീഴ്ത്താൻ പലരും ശ്രമിക്കാം, നമ്മൾ വീണോ വാഴണോ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും തളരാതിരിക്കുക. ഒന്നുമില്ലെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെയൊക്കെ വിളിക്കുക. നമ്മളുണ്ട് നിങ്ങളെ കൂടെ. നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നമ്മളുണ്ടാവും. കേസ് ജെന്യുവനായിരിക്കണം. നമ്മളുണ്ടാവും. മരണം വരെ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മളൊക്കെ പോയാലും നമ്മൾ അതിന് വേണ്ടിയുള്ളൊരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനല്ലെങ്കിൽ നമുക്ക് രാവിലെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. അല്ല, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നമ്മൾ താഴെ വരുന്ന ബാഡ് കമൻറ്റ്സിനെ കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ചേട്ടൻ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്കിപ്പം പൊതുവേ അങ്ങനെ ചില ഫ്രസ്ട്രേറ്റഡ് സോൾസ് അടിക്കുന്ന കമന്റ് വെച്ച് അങ്ങനത്തെ വേറെ കമന്റ്സ് ഒന്നും വരത്തില്ല. ഇതിലെ വരുന്ന ഒരു കമന്റ് ഞാൻ പറയാം. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളല്ലേ അവൻ കൊണ്ടുവച്ച് ഇന്റർവ്യൂ. അപ്പോൾ അല്ല, ആ കമന്റ് ഇട്ട ആളെ നമുക്ക് ഇന്റർവ്യൂവിന് വിളിക്കാം. എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടായിരിക്കുമല്ലോ. നമ്മളിപ്പം നമ്മൾ ആരെയും നിർബന്ധിച്ച് നമ്മളോട് വിളിക്കുന്നു, നമ്മൾ സമയം കണ്ടെത്തുന്നു, നമ്മൾ വരുന്നത് സംസാരിക്കുന്നുള്ളതാണ്. പക്ഷേ ഇത് ഇതും ഒരു സ്വാതന്ത്ര്യ സമരമാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഗുഡ് കോസിന് വേണ്ടിയാണ്. അതിന് താഴെ വരുന്ന ഒരു തെറി വിളിക്കുക എനിക്ക് ഈ വിലയുള്ളൂ കൊടുക്കുന്നുള്ളൂ. സീരിയസ് ആയിട്ട്. അല്ല, കുറച്ചും കൂടെ പറയാം, ഈ വിലയുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും ചേട്ടാ, അപ്പോൾ മെൻസ് കമ്മീഷൻ വളരെ നല്ല രീതിയിൽ തന്നെ പോട്ടെ. കാര്യം നമ്മളെപ്പോലുള്ള ആളുകൾക്കെല്ലാം ആവശ്യമാണ്. ഇല്ലേ, ബാബുരാജ് സോൾട്ട് ആൻഡ് പെപ്പറിൽ പറയുന്നത് പോലെ നമുക്കും ചോദിക്കാനും പറയാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ തുരുപ്പുകുലാൻ, അതിനുശേഷം വരുന്ന 99% ആൽക്കഹോൾ ഉള്ള നമ്മുടെ ആഗ്രഹമാണ് മിന്നൽ. എന്നാലും ഏകദേശം ഒരു 89-90% ഒക്കെ പറ്റുമായിരിക്കും. ആബ്സെന്റ് എന്ന് പറഞ്ഞൊരു മദ്യമുണ്ട്, അത് ഏകദേശം 89 ഒക്കെ ഇറക്കുന്നുണ്ട്. നമുക്ക് അതിനെ ഒരു പടി മുകളിൽ മലയാളി നിൽക്കണമെന്ന് പറഞ്ഞാൽ ആഗ്രഹം. അതാണ് നമ്മുടെ ആഗ്രഹം. ലോകത്തിന്റെ ശ്രദ്ധ നമുക്ക് ഇവിടെ എത്തിക്കണം. ഓക്കെ. അപ്പോൾ ഇതിനെല്ലാം ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ഫ്യൂച്ചറിൽ ഇനിയും ഒരുപാട് വലിയ സംരംഭങ്ങളുടെ ഉടമയാവട്ടെ. ഒരു ബ്രാൻഡിങ് കിങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും. താങ്ക് യു.